ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ആരും അധികം ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ കറിയുമായിട്ടാണ്. ഒരു വെറൈറ്റി കറി. ഇത് ചേനപ്പൂവാണ്. ഈ ചേനപ്പൂവ് കൊണ്ടാണ് കറി തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ പൊട്ടിച്ചെടുത്ത ചേനപ്പൂവാണ്. ചേനപ്പൂവ് അധികം ആൾക്കാർക്കും അറിയില്ലായിരിക്കും. ഇതാണ് ചേനപ്പൂവ്. ഇനി ഈ പൂവ് മുറിച്ചെടുത്ത് ഈ പൂവിൻ്റെ എല്ലാ ഭാഗവും കറി വെക്കാൻ ഇതിൻ്റെ അടിയിലുള്ള ഈ മുത്ത് മാത്രം മുറിച്ച് മാറ്റി ബാക്കിയെല്ലാം കറി വെക്കാൻ എടുക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള പൂവാണിത്. പല കളറിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അടിഭാഗത്ത് നല്ല പേളിൻ്റെ മണി പോലെയുള്ള പൂവും മേലെ കുറച്ച് തരിതരിയായിട്ടുള്ള പൂവാണ്. മുകളിലായിട്ട് നല്ല വയലറ്റ് കളറ്. ഇതിന് നമുക്ക് മുറിച്ചെടുക്കാം. ഇത് മുഴുവനായി എടുക്കുന്നില്ല, പകുതി ഭാഗം എടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതിന് മുറിച്ചെടുത്ത് എല്ലാത്തുനിന്നും ഓരോ കഷ്ണം എടുത്ത് നമുക്ക് മുറിച്ചെടുക്കാം. ബാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് ഇത് മുറിക്കുമ്പോഴെല്ലാം. ഇത് ഉള്ളിൽ നല്ല പഞ്ഞി പോലെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല പഞ്ഞി പോലെയുള്ള ഭാഗമാണ്. കണ്ടില്ലേ? ഇന്നും ഒരു കഷ്ണം മുറിച്ചെടുത്ത് ഇനി ഇതൊന്ന് കഴുകിയെടുക്കുക. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടാകുന്ന സമയത്ത് കുറച്ച് നല്ല ജീരകം 1/4 ടീസ്പൂൺ ഇട്ട് ജീരകം ഒന്ന് പൊട്ടുമ്പം ഇതിലേക്ക് ഒരു സവാള ചെറിയ പീസായി മുറിച്ചത് ചേർത്ത് കൊടുത്ത് സവാള 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. പച്ചമണം മാറുന്ന സമയത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ച ചേനപ്പൂവിട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ചേനപ്പൂവ് നല്ലപോലെ വാടി വരണം. ചേനപ്പൂവ് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉള്ള കഷ്ണങ്ങളായി മുറിച്ചതും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഇളക്കി ഉരുളക്കിഴങ്ങ് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ഒരു തക്കാളിയും, ഒരു ചെറിയ തക്കാളി, നല്ലപോലെ പഴുത്ത തക്കാളി, 2 പച്ചമുളകും ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ചാൽ പെട്ടെന്ന് ഉരുളക്കിഴങ്ങും തക്കാളിയെല്ലാം വാടി വരും. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിരിയമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ പിരിയമുളക് പൊടിയും. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് എത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഇളക്കി പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇത് തുറന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. നമുക്ക് കറി എത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലും ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ യോജിപ്പിച്ച ശേഷം ഒന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് ഇനി കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത്
ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കാം, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചാറ് വേണ്ടുന്നതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ പാകത്തിലാണ് കറി വാങ്ങുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ടാവും കസ്തൂരി മേത്തി ചേർത്ത് കൊടുത്താൽ. കറി വാങ്ങി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ നല്ലൊരു കറി തയ്യാറാക്കുക. ചേനപ്പൂ കൊണ്ട് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.